എന്നിട്ടും പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ ലോകത്തിന് സമ്മാനിച്ചു കൊടുത്ത എല്ലാ നേതാക്കളെയും അതിജയിച്ച ഒരു നേതാവ് ഈ ഭൂമി ലോകത്തിലൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുന്നത് ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. ഇബ്രാഹിം നബി ക്ഷമാശീലനായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇസ്മായിൽ നബിയെ പറ്റി പറയുന്നുണ്ട്. ഇസ്മായിൽ നബിയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇന്നഹു കാന സ്വാദിഖുൽ വഅദ്, അദ്ദേഹം കരാർ പൂർത്തീകരിക്കുന്ന സത്യസന്ധന്മാരിൽപ്പെട്ടവരാണ് എന്ന് പറയുന്നുണ്ട്. നൂഹ് നബിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നഹു കാന അബ്ദൻ ശകൂർ, നൂഹ് നബി അലൈഹിസ്സലാം നന്ദിയുള്ള അടിമയായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. യഹ്യ നബിയെ പറ്റി പറയുന്നുണ്ട്. കാന ബിബർറൻ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണവാനായിരുന്നു യഹ്യ നബി എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അഷ്റഫുൽ ഖൽഖിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയെ അങ്ങ് മേത്തരം ഉത്കൃഷ്ടം ഉന്നതമായ